1992 ഇന്ത്യയും പാകിസ്ഥാനും ചേർന്നൊരു ജോയിന്റ് അഗ്രിമെന്റിൽ സൈൻ ചെയ്തിരുന്നു. ഇനി മുതൽ ഇരു രാജ്യങ്ങളും യാതൊരുവിധ കെമിക്കൽ വെപ്പൺസോ ബയോളജിക്കൽ വെപ്പൺസോ നിർമ്മിക്കാൻ പാടില്ല എന്ന്. അതെ, അതിന് ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ഡേഞ്ചറസ് കെമിക്കൽ വെപ്പൺസ് നിർമ്മിച്ചിരിക്കുക. അതെ സാർ, ഇത് നാളെ വലിയൊരു യുദ്ധത്തിന് വഴിയൊരുക്കുമോ എന്നോർക്കുമ്പോൾ പേടിയാകുന്നു. ആരാ മിസ്റ്റർ രഘു, എന്തൊക്കെയായി പറയുന്നേ? 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരാളുടെ ജീവിതത്തിലുണ്ടായ വലിയൊരു കൊടുങ്കാറ്റ് നമ്മുടെ രാജ്യത്തിനെതിരെ യുദ്ധത്തിന് കാരണമായ ഒരു ആയുധമായി മാറി. വ്യക്തമായി പറഞ്ഞ, നിങ്ങൾക്ക് കാശ്മീർ ഹിസ്ബുൽ ഹോസ്പിറ്റലിൽ നടന്ന കില്ലിങ്ങിനെ കുറിച്ച് അറിയോ? ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ അച്ഛൻ അതിനെക്കുറിച്ച് നന്നായി അറിയും. ഒന്ന് ക്ലിയർ ആയിട്ട് പറയാമോ? സർ, ഇയർ 2003, ദ കേസ് ഓഫ് എ വിമൻ കോൾഡ് മഹി, വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ക്രിമിനൽസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. ചരിത്രത്തിൽ അവളെക്കുറിച്ച് ഒരു പേജ് പോലുമില്ല സർ. ദേശദ്രോഹം ചെയ്തുകൊണ്ടാണ് നമ്മൾ അവളെ കൊന്നത്. ദെൻ കണക്ഷൻ എന്താ? ഇപ്പൊ അവളുടെ മകൻ വന്നിരിക്കുക സർ. അങ്ങനെയാണെങ്കിൽ ഈ ബ്ലാസ്റ്റ് എല്ലാം ചെയ്തത്? എന്റെ ഗസ് കറക്റ്റ് ആണെങ്കിൽ അവൻ തന്നെയാ സാർ. നമ്മൾ എങ്ങനെയെങ്കിലും അവനെ പിടിച്ചേ പറ്റൂ സാർ. അല്ലെങ്കിൽ അവന്റെ ഉള്ളിലെ പക എന്തൊക്കെ ചെയ്തു കൂട്ടുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല. പകയോ? ആരോട്? നമ്മുടെ രാജ്യത്തോട്, എന്നോട്. രഘു സർ, സർ, ഇനി അവന്റെ കയ്യിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ പോകുന്നാരാ? ഇഷയെയും ചാരിയെയും ശ്രീനിവാസനെ ട്രേസ് ചെയ്യാൻ പറഞ്ഞല്ലോ, എന്തായി? ആ സർ, അതിനുവേണ്ടി തന്നെ അവര് പോയിരിക്കുന്നത്. ചാരിയെ വിശ്വസിച്ച് ഇത്ര വലിയൊരു ജോലി ഏൽപ്പിച്ചു. ഇനി എന്താവുന്നറിയില്ല. എന്തിനാ സർ എപ്പോഴും ചാരിയെ വഴക്ക് പറയുന്നത്? നിനക്ക് അവനെക്കുറിച്ച് ശരിക്കും അറിയില്ല. അറിഞ്ഞാ നീ ഇങ്ങനെ തന്നെ പറയാം. അതിനിപ്പോ എന്താ ഉണ്ടായേ? ഒരു ഗ്രൂപ്പ് ഓഫ് ടെററിസ്റ്റ് ഈജിപ്തിൽ നിന്ന് ഇന്ത്യ ആക്രമിക്കാൻ പോകുന്നെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഞാനൊരു സീക്രട്ട് ഓപ്പറേഷൻ പ്ലാൻ ചെയ്തു. അപ്പോഴാണ് ഡൽഹിയിൽ നടക്കുന്നൊരു പ്രസ് മീറ്റിന് കൊറിയൻ പ്രൈം മിനിസ്റ്റർ വരാൻ പോകുന്നെന്ന് അറിഞ്ഞത്. ഈ ഗ്രൂപ്പ് ഓഫ് ടെററിസ്റ്റ് അവരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നെന്നും അറിയാൻ കഴിഞ്ഞു. സോ ഞാനും ചാരിയും അണ്ടർ കവർ ഏജൻസ് കൊറിയൻ പ്രൈം മിനിസ്റ്ററിന് പേഴ്സണൽ ബോഡി ഗാർഡായിട്ട് പോയി. പ്രസ് മീറ്റിന് അദ്ദേഹം ഭാര്യയും മകനുമായിട്ടാണ് വന്നത്. On behalf of Korean government to discuss the exciting prospects of collaboration between the two nations, Korea and India, in the realm of business opportunities. India and Korea have long histories of
diplomatic relations, and technological cooperation. We are therefore very happy to be here and strengthen the relations further and extend cooperation between the two nations. We are so glad that we are able to share this platform on which the relationship can be further developed. And we are happy in announcing. We are under attack. ഓടിക്കോ. മാറ്. Take him away. Just take him away. You terrorist. How dare you? വേഗം വാ. ഞാൻ തടഞ്ഞു. കൊണ്ടുപോവനെ. Sir, you okay, sir? Sir, I think your nose is broken. I know. But you got him, sir. We got him. അവനന്ന് അങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് ആകെ മാനക്കേടായി. പക്ഷേ ടെററിസ്റ്റിനെ പിടിച്ചല്ലോ സർ. ആ പിടിച്ചു. ആ പ്രൈം മിനിസ്റ്ററുടെ മൂക്കും പൊട്ടിച്ച് എനിക്ക് നാണക്കേടുണ്ടാക്കി പിടിച്ചു. ഒരു സീരിയസ് ഓപ്പറേഷൻ കോമഡിയാക്കി മാറ്റി. ഇഡിയറ്റ്. ഇപ്പൊ അവൻ എന്ത് ചെയ്യുന്നറിയില്ല. ഇവൻ എവിടെ പോയിന്ന് അറിയില്ലല്ലോ. ചാരേ 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 Chari, balance. What the hell is this, Chari? It's just a 4-foot swimming pool. അത് പാമ്പ് ചെറുതാണെങ്കിലും വലിയ വടി കൊണ്ട് അടിക്കണ്ടേ? അതാ അങ്ങനെ ചെയ്തേ. 4 feet ഉള്ളൂ. ശ്രീനിവാസൻ എവിടെയാ ഉള്ളത് നിനക്ക് എങ്ങനെ അറിയാം? You beginners. അന്ന് ഡിന്നർ പാർട്ടി കഴിഞ്ഞ് അവൻ റൂമിലേക്ക് പോയപ്പോ ഇഫ് വി കാൻ റീകോൾ മൈ സ്റ്റൈലിഷ് എൻട്രി, അവന്റെ റൂമിലുണ്ടായിരുന്ന ഫോട്ടോ ഞാൻ ട്രാക്ക് ചെയ്തു. ഫിസിക്കൽ ആക്സസ് അല്ല, ഫിനാൻഷ്യൽ. അപ്പോഴാണ് എനിക്ക് പ്ലേസിനെ പറ്റി അറിയാൻ സാധിച്ചത്. ഹേ അവിടെ നോക്ക്. എവിടെ എവിടെ പതുക്കെ. എവിടെ? അവിടെ. ഷിറ്റ്, നമ്മളെ ആരോ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു തോന്നുന്നു. Don't panic. It's my personal underwater missile. I call it Rajmat Chawal. മതി വാ. Can we wait? വരാനാ പറഞ്ഞേ. What the hell? എഴുന്നേക്ക്. ഇതിനുള്ളിലല്ല, പുറത്താ. ആദ്യമേ പറയണ്ടേ? ഇതെന്താ വലിയ കടലാണോ? ജസ്റ്റ് ഒരു ചെറിയ സ്വിമ്മിംഗ് പൂൾ. ഇവിടെ സ്യൂട്ടിന്റെ ആവശ്യം എന്താ? ചില സമയത്ത് നിന്റെ ഐഡിയാസ് കാണുമ്പോ എനിക്ക് ഇറിറ്റേഷൻ വരും, അറിയോ? I always have a backup plan. Choose me or lose me. Just don't tease me. ഞാൻ പോവാ. ഞാനും വരാൻ കൂടെ.